ഇപ്പോൾ പ്രിൻസ് സംസാരിച്ച സമയത്ത് ഒരുപാട് തവണ യേശു എന്ന് പറയുന്ന പദം വന്നു, ഒത്തിരി തവണ ക്രിസ്തു എന്ന് പറയുന്ന പദം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചിങ്ങിനകത്ത് ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ടും യേശുവിനെ യേശുവായിട്ടും വേർതിരിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പ്രിൻസിൻ്റെ സംസാരം കേട്ടപ്പോൾ പലയിടത്തും ഈ കൺഫ്യൂഷൻ വരാം, യേശുവാണോ ക്രിസ്തുവാണോ യേശു ക്രിസ്തുവാണോ, ഇതെന്താ കൺസെപ്റ്റ് എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള എസൻസ് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുട്ട മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, മുട്ട സാധാരണ നമ്മൾ ഓംലെറ്റ് അടിച്ച് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കാറുണ്ട്. സോ എങ്ങനെ കഴിച്ചാലും നമ്മളിപ്പോൾ ഓംലെറ്റോ സ്ക്രാമ്പിളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ട് മുട്ട അതിനകത്ത് ഒഴിച്ചിട്ട് തോട് മാറ്റി വയ്ക്കും. പുഴുങ്ങിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം തോട് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ട കഴിക്കും. ഇവിടെ ഈ മുട്ട തോടിനെ ഞാൻ ജീസസ് ആയിട്ടും കഴിക്കുന്ന സാധനത്തിൻ്റെ ക്രൈസ്റ്റായിട്ടുമാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇതേ എക്സാമ്പിൾ എടുക്കേണ്ട, ഞാൻ ആശയം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മുരിങ്ങയ്ക്ക തോരൻ വെക്കുന്നു, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക തീയൽ വെക്കുന്നു, മുരിങ്ങയ്ക്ക കഴിക്കാറുണ്ടല്ലോ. സോ ഈ മുരിങ്ങയ്ക്ക കഴിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർ അതിനകത്തിരിക്കുന്ന ആ വഴുവഴുത്ത സാധനം മാത്രം ഇങ്ങനെ വിരൽ വെച്ചിട്ട് കഴിച്ചിട്ട് അതിൻ്റെ തോട് മാറ്റി വയ്ക്കും. ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കാത്തിട്ട് കടിച്ചിട്ട് ആ ചാറ് മുഴുവൻ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ചണ്ടിയെ മാറ്റി വയ്ക്കും. സോ ഇവിടെ ഈ ചണ്ടി എന്ന് പറയുന്നത് ജീസസ് ആയിട്ടും അതിനകത്തിരിക്കുന്ന എസൻസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റുമായിട്ടാണ് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീസസ് 30 വയസ്സ് വരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ജീസസ് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ, വേറൊരു പേരിൽ അഭിസംബോധന ചെയ്തിരുന്നില്ല. മറിയോടും ദൂതൻ എന്ന് പറയുന്നത് ഇവന് യേശു എന്ന് പേരിടണമെന്ന് തന്നെയാണ്. അതിനകത്ത് യേശു ക്രിസ്തു എന്ന് പേരിടണമെന്ന് പറഞ്ഞില്ല, ജീസസ് എന്ന് പേരിടണമെന്നേ പറഞ്ഞോളൂ. അപ്പോൾ 30 വയസ്സ് വരെ അദ്ദേഹത്തെ വിളിച്ചത് യേശു എന്ന് തന്നെയാണ്. പിന്നെ എപ്പോഴാണ് അദ്ദേഹം ജീസസ് ക്രൈസ്റ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് ആ ദൈവിക ഭാവം ഒന്ന് നിറഞ്ഞപ്പോഴാണ്. അത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവിക ഭാവമാണ്. അപ്പോൾ പ്രിൻസിൻ്റെ സംസാരിച്ച വിഷയത്തിനകത്ത് നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ ജീസസിനകത്ത് ക്രൈസ്റ്റ് റെവലേഷൻ വന്നതുപോലെ പ്രിൻസിനകത്ത് ക്രൈസ്റ്റ് റെവലേഷൻ വരുമ്പോഴാണ് പ്രിൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദൈവിക ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന മനുഷ്യനകത്തേക്ക് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഭാവം വരുമ്പോഴാണ് അദ്ദേഹം ഒരു ദൈവിക പുരുഷനായിട്ട് മാറുന്നത്. അപ്പോൾ ജീസസ് എന്ന് പറയുന്നത് 100% മനുഷ്യനും ക്രൈസ്റ്റ് എന്ന് പറയുന്നത് 100% ദൈവവുമാണ്. സോ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി 100% മനുഷ്യനും ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവിക സത്തയായ ക്രിസ്തു 100% ദൈവികനുമാണ്. ഈ കോമ്പിനേഷനാണ് പ്രിൻസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴാണ് ദൈവികതയും മാനുഷികതയും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ പ്രിൻസിൻ്റെ പേര് ഇങ്ങനെ പ്രിൻസ് വിളംബരം ചെയ്തു എന്നിരിക്കട്ടെ, ക്രൈസ്റ്റ് പ്രിൻസ് എന്ന് വിളംബരം ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയാണോ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് പ്രിൻസിലെ ദൈവിക ഭാവത്തെ മാത്രം ചൂണ്ടിക്കാണിക്കും. എപ്പോഴാണോ പ്രിൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രിൻസിലിരിക്കുന്ന മാനുഷികതയെ മാത്രം ചൂണ്ടിക്കാണിക്കും. എപ്പോഴാണോ ക്രൈസ്റ്റ് പ്രിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവികതയും മാനുഷികതയും ചേർന്നൊരു വ്യക്തിത്വമായിട്ട് മാറും. സോ ഈ ഒരു കൺസെപ്റ്റ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ പറയുന്ന ചില ആശയങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് പോലും ഈ ആശയം അറിയത്തില്ല.